തിരൂർ പൊന്നാനി റൂട്ടിൽ 15 മിനിറ്റ് കൂടുമ്പോൾ സർവീസ് നടത്തുന്ന വിധത്തിൽ പുതിയ ഓർഡിനറി ബസ്സുകളുമായി കെഎസ്ആർടിസി. പ്രിയദർശിനി പദ്ധതിയെ തുടർന്ന് റൂട്ടിൽ യാത്രക്കാരുടെ തിരക്ക് വർദ്ധിച്ചതോടെയാണ് പുതിയ നടപടി. പുതിയ ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് നരിപ്പറമ്പിൽ തവനൂർ എംഎൽഎ അഡ്വക്കേറ്റ് VS ജോയ് നിർവഹിച്ചു. പൊന്നാനി ഡിപ്പോയുടെ കീഴിൽ 2 ബസ്സുകൾ വർദ്ധിച്ചതോടെ 16 സർവീസുകൾ റൂട്ടിൽ പുതുതായി ലഭിക്കുന്നത് യാത്രക്കാർക്ക് ആശ്വാസമാകും. എംഎൽഎക്ക് ലഡ്ഡു സമ്മാനിച്ചാണ് പുതിയ ബസിന്റെ ഉദ്ഘാടനം നാട്ടുകാർ ആഘോഷമാക്കിയത്. ആദ്യ ബസിൽ എംഎൽഎ നാട്ടുകാർക്കൊപ്പം യാത്രയും ചെയ്തു. +2 കഴിഞ്ഞ് അടുത്തത് എന്ത് പഠിക്കണമെന്ന് ആലോചിച്ച് ഇപ്പോഴും കൺഫ്യൂഷനിലാണോ? എന്നാൽ മികച്ച സ്കോളർഷിപ്പോടെ ഫ്യൂച്ചർ ഫോക്കസ് കോഴ്സസ് മലബാർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്നും പഠിക്കാം. മണ്ഡലത്തിന്റെ എല്ലാ മേഖലകളിലും കെഎസ്ആർടിസി ലഭ്യമാക്കണമെന്ന ആവശ്യം പരിഹരിക്കാൻ ശ്രമിക്കുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ VS ജോയ് പറഞ്ഞു. കെഎസ്ആർടിസി ദേശസാൽക്കരിച്ച ഒരു റൂട്ടാണ്. ആ റൂട്ടിൽ മതിയായ ബസ്സുകളുടെ ഒരു അഭാവം കൊണ്ട് പൊതുജനങ്ങൾ പൊറുതിമുട്ടുന്നു എന്ന ആ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ കേരളത്തിന്റെ പൊതുഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ CP ജോൺ സത്യപ്രതിജ്ഞ അധികാരമേറ്റ് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ആ വിഷയം കൊണ്ടുവരികയും മന്ത്രിയെ വിളിച്ച് ഫോണിൽ സംസാരിച്ചതിന്റെ പ്രാധാന്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയ സമയം തന്നെ അദ്ദേഹം കോൺഫറൻസ് കോളിൽ കെഎസ്ആർടിസിയുടെ MD-യുമായി ബന്ധപ്പെട്ട് വളരെ അടിയന്തരമായി ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം നൽകി. പിന്നെ MD-യുമായി നിരന്തരമായി സംസാരിച്ച് കെഎസ്ആർടിസിയുടെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ആയിട്ട് കൂടിയാലോചന നടത്തി. ഇവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നം ബസിന്റെ ഷോർട്ടേജും അതോടൊപ്പം തന്നെ ജീവനക്കാരുടെ അഭാവമാണ് എന്ന് തിരിച്ചറിഞ്ഞ് 10 പുതിയ സ്റ്റാഫിനെ ഇവിടേക്ക് തിരുവനന്തപുരത്ത് നിന്ന് സ്പെഷ്യലായി മാൻ പവറിനെ ഇങ്ങോട്ട് നിയോഗിക്കാൻ കെഎസ്ആർടിസി അതിന് നിർദ്ദേശം നൽകി. അതോടൊപ്പം തന്നെ 2 പുതിയ ബസ്സുകൾ കൂടി നിലവിലുള്ള ഈ റൂട്ടിൽ പുതിയ ബസ്സുകൾ കൂടി ആരംഭിക്കുകയാണ്. അതോടുകൂടി നമുക്ക് ഈ പ്രദേശത്ത് ഇനി കെഎസ്ആർടിസിയുടെ യാത്രാ സൗകര്യം വളരെയധികം മെച്ചപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. തിരൂർ പൊന്നാനി റൂട്ടിൽ ബസ്സുകളുടെ കുറവ് മൂലം യാത്രക്കാർ പ്രയാസപ്പെടുന്നത് പതിവായിരുന്നു. പലപ്പോഴും ഏറെ നേരം കാത്തു നിൽക്കേണ്ടി വന്നിരുന്നു. പ്രിയദർശിനി പദ്ധതി ആരംഭിച്ചതോടെ യാത്രക്കാരുടെ തിരക്ക് ക്രമാതീതമായി വർദ്ധിച്ചു. ഇതുമൂലം ബസ്സുകളിൽ യാത്രക്കാർക്ക് ഇടമില്ലാത്ത അവസ്ഥയുമായി. അതോടെയാണ് പുതിയ ബസ്സുകൾ വേണമെന്ന ആവശ്യം ഉയർന്നത്. ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ കാലടി പഞ്ചായത്ത് പ്രസിഡന്റ് മുബ്ഷിറ സിറാജ് അധ്യക്ഷത വഹിച്ചു. UDF നേതാക്കളായ M അബ്ദുള്ളക്കുട്ടി, സുരേഷ് പുൽപ്പാക്കര, അഡ്വക്കേറ്റ് MM രോഹിത്, കാലടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കുഞ്ഞാപ്പ, വാർഡ് മെമ്പറും ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനുമായ KV സലീം, പഞ്ചായത്ത് അംഗം നൌഫൽ C തണ്ടിലം, പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP പ്രഭാകരൻ, KSRTC ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ KP രാധാകൃഷ്ണൻ, KSRTC INTUC യൂണിറ്റ് പ്രസിഡന്റ് VP ഷാഫി തുടങ്ങിയവർ സംബന്ധിച്ചു. എഡിറ്റർ ലൈവ്. +2 കഴിഞ്ഞ് അടുത്തത് എന്ത് പഠിക്കണമെന്ന് ആലോചിച്ച് ഇപ്പോഴും കൺഫ്യൂഷനിലാണോ? എന്നാൽ മികച്ച സ്കോളർഷിപ്പോടെ ഫ്യൂച്ചർ ഫോക്കസ് കോഴ്സസ് മലബാർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്നും പഠിക്കാം. ഇന്ന് കമ്പനീസ് നോക്കുന്നത് വെറും ഒരു ഡിഗ്രി അല്ല, ഇൻഡസ്ട്രി റെഡി സ്കിൽസ് ആണ്. അതുകൊണ്ടാണ് മലബാർ എഞ്ചിനീയറിംഗ് കോളേജ് NBA അക്രഡിറ്റഡ് പ്രോഗ്രാംസോടുകൂടി ഫ്യൂച്ചർ ഫോക്കസ്ഡ് എഡ്യൂക്കേഷൻ ഒരുക്കുന്നത്. NBA അക്രഡിറ്റേഷൻ ഉള്ള BTech കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, BTech മെക്കട്രോണിക്സ് എഞ്ചിനീയറിംഗ്, കൂടാതെ BTech ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, BTech ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, BTech ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിനും ഇപ്പോൾ അഡ്മിഷൻ ഓപ്പൺ ആണ്. എഞ്ചിനീയറിംഗ് മാത്രമല്ല, AI ആൻഡ് ഡാറ്റാ സയൻസ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, എത്തിക്കൽ ഹാക്കിംഗ് ആൻഡ് സൈബർ സെക്യൂരിറ്റി ആഡ് ഓൺ കോഴ്സസോട് കൂടിയ BCA, ഏവിയേഷൻ, ഹോസ്പിറ്റാലിറ്റി ആൻഡ് ലോജിസ്റ്റിക് മാനേജ്മെന്റ് സ്പെഷ്യലൈസേഷനോടുകൂടി BBAയും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. കൂടാതെ +2 മാർക്കിന്റെയോ കീം സ്കോറിന്റെയോ അടിസ്ഥാനത്തിൽ മികച്ച സ്കോളർഷിപ്പും പിന്നെ 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസും. അപ്പോൾ ഇനി പഴയ കോഴ്സ് ട്രെൻഡ്സിന്റെ പിന്നാലെ പോകാതെ ഫ്യൂച്ചർ വാല്യൂ ഉള്ള എഡ്യൂക്കേഷൻ ചൂസ് ചെയ്യൂ. അഡ്മിഷൻസ് ഓപ്പൺ നൗ at Malabar College of Engineering and Technology. Contact now and secure your seat.